നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഗൂഗിൾ ആപ്സിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. നമ്മൾ മുൻപ് ഇതേപോലുള്ള ഗൂഗിൾ ആപ്സിൽ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി നമുക്ക് ഗൂഗിൾ ഡയലർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ കാണും ഫേവറേറ്റ്സ്, റീസെൻറ്റ്സ്, കോൺടാക്ട്സ് എന്നിങ്ങനെ 3 ഓപ്ഷനാണ് നമുക്ക് താഴെ നൽകിയിരിക്കുന്നത്. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റീസെൻറ്റ്സ് എന്ന ഭാഗത്ത് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഓൾ എന്നുള്ള ഭാഗം കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിസ്ഡ്, അത് കഴിഞ്ഞിട്ട് കോൺടാക്ട്സ്, നോൺ സ്പാം, സ്പാം. അപ്പോൾ നമുക്കിവിടെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഏതൊക്കെ സമയത്ത് നമുക്ക് മിസ് കോഡ് വന്നിട്ടുണ്ട്, നമ്മളുടെ കോൺടാക്ട്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിൽ ആരൊക്കെ നമ്മളുടെ കോൺടാക്ട്സിലുള്ളവർ നമ്മളെ കോൾ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് നോൺ സ്പാം, സ്പാം എന്നിങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള കോളുകളും നമ്മളുടെ കോൺടാക്ട്സിലുള്ളവർ ആരൊക്കെ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് സ്പാം കോളുകൾ വന്നിട്ടുണ്ടോ, നോൺ സ്പാം കോളുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അടുത്തായി നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ക്രോമിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ കാര്യങ്ങളും ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നാക്റ്റീവ് ആയിട്ടുള്ള കുറേ ടാബുകളുണ്ടാവും. ചിലരുടെ ഫോണിൽ അത് 5-10 ആയിരിക്കും, ചിലരുടെ ഫോണിൽ 50-100 ഇങ്ങനെ ഇഷ്ടം പോലെ ഗൂഗിൾ ക്രോമിൽ ഇന്നാക്റ്റീവ് ടാബുകൾ നമുക്ക് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു പുതിയ ഓപ്ഷൻസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാം നമ്മളുടെ പ്രൊഫൈലേക്കും കാണാം. അതിൻ്റെ സൈഡിൽ നമുക്ക് ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഇവിടെ ജസ്റ്റ് 12 എൻ്റെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിൽ പോയി അതൊക്കെ ഇവിടെ ജസ്റ്റ് ആരെങ്കിലും ഫോൺ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കിവിടെ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിൽ പോയി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഞാനിവിടെ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെറ്റിങ്സ് എന്ന ഭാഗത്തേക്ക് പോയതിന് ശേഷം നമുക്കിവിടെ ടാബ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഇന്നാക്റ്റീവ് എന്ന ഭാഗത്ത് ആഫ്റ്റർ 21 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ഇവിടുന്ന് പോവുകയുള്ളൂ. അപ്പോൾ നമുക്കിത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 7 ഡേയ്സ് ആണ് എന്നുള്ളെങ്കിൽ 7 ഡേയ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ടാബുകളും 7 ദിവസത്തിന് ശേഷം അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് പോകും. അപ്പോൾ ഞാനിവിടെ ആഫ്റ്റർ 7 ഡേയ്സ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കത് ഒരു 7 ഡേയ്സിനുള്ളിൽ എല്ലാം നമുക്ക് ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. അടുത്തായി നമ്മൾ നോക്കുന്നത് കോൺടാക്ട്സിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്, ഗൂഗിൾ കോൺടാക്ട്സ്. അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ കോൺടാക്ട്സ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലാസ്റ്റ് സിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് നമ്മളുടെ ഫോണിൽ എല്ലാവരും സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് പോയി ഇത് ജസ്റ്റ് ഓൺ ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ കാണാം നമ്മളുടെ എല്ലാ കോൺടാക്ട്സും നമ്മൾ എപ്പോഴൊക്കെ ഒരാളുടെ പുതിയ നമ്പർ സേവ് ചെയ്യുന്നു അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ചെയ്യപ്പെടും. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്ത് നമ്മളുടെ ജിമെയിൽ ഐ ഡിയിൽ സേവ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മളുടെ ഫോൺ എപ്പോഴെങ്കിലും നമ്മൾ ഫോർമാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും കോൺടാക്റ്റുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്താൽ നമുക്കത് വീണ്ടും നമ്മളുടെ ആ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ബാക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കോൺടാക്റ്റ് നമ്മളുടെ ഫോണിൽ നിന്ന് മിസ്സായി പോവുകയുമില്ല. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കും. അടുത്തതായി നമുക്കറിയാം, യൂട്യൂബിലെ പ്രീമിയം ഫീച്ചർ ഉപയോഗിക്കുന്നവർക്ക് ഓരോ ദിവസവും യൂട്യൂബ് ഓരോ പുതിയ ഫീച്ചറുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രീമിയം ഫീച്ചർ ഉപയോഗിക്കുന്നവർ ഏതൊക്കെ ഫീച്ചറുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രൈ എക്സ്പെരിമെൻ്റൽ ന്യൂ ഫീച്ചർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഹൈ ക്വാളിറ്റി ഓഡിയോ, അതിന് ഫാസ്റ്റർ സ്പീഡ്സ് നമുക്കറിയാം. നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്കിവിടെ ജസ്റ്റ് നമ്മൾ പ്ലേ ബാക്ക് സ്പീഡ് നമുക്കിവിടെ കാണാം 2x വരെ ഉള്ളൂ. അതിപ്പോൾ 4x വരെ അവർ ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏതൊക്കെ പുതിയ ഫീച്ചറുകൾ യൂട്യൂബിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സെക്ഷനിൽ പോയാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്തായി നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ഫോട്ടോസിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ താഴെ എഡിറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ ആഡ് ക്ലിപ്സ്, നമുക്ക് ഓരോ ക്ലിപ്സുകൾ ആഡ് ചെയ്യാം. നമുക്ക് ഏത് ഫോട്ടോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ വീഡിയോയുടെ കൂടെ വേറെ വീഡിയോ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ആഡ് ക്ലിപ്സ് കൊടുക്കുന്നു. അതിനുശേഷം തമ്പനെയിൽ ഞാൻ എൻ്റെ മുന്നേ വീഡിയോയിലത്തെ 2-3 തമ്പനെയിൽ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ ഈ വീഡിയോൻ്റെ മുന്നിലേക്ക് ഈ തമ്പനെയിൽ ഇവിടേക്ക് മാറ്റണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് എടുത്തിടാനായിട്ട് നമുക്ക് സാധിക്കും, നമ്മുടെ ഫിംഗർ കൊണ്ട്. അതിനുശേഷം ഈ വീഡിയോൻ്റെ ഈ ഫോട്ടോയാണ് നമുക്കിവിടെ വേണ്ടത്. അങ്ങനെ നിങ്ങൾ എന്താണ് ഫോട്ടോയാണ് നിങ്ങൾ
നമുക്ക് വേണ്ടത് എഡിറ്റ് ചെയ്യേണ്ടത് നമുക്കതിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഉദാഹരണത്തിന് വേണ്ടിയാണ് ഇവിടെ കാണിച്ചത്. നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നീട് നമുക്കിവിടെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്കിവിടെ മ്യൂസിക് എന്നുള്ളൊരു ബട്ടൺ കാണാം. അതേപോലെ തന്നെ മൈ മ്യൂസിക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് മ്യൂസിക് വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ ഇതേപോലെ മ്യൂസിക് ആഡ് ചെയ്താൽ കസ്റ്റം മ്യൂസിക്കായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിലിപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെ സൈസ് വേണം 9:16, 16:9 ഏതൊക്കെ സൈസ് വേണം അതൊക്കെ നമുക്കിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഗൂഗിൾ ഫോട്ടോസിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൂഗിൾ ആപ്സിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.